കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി ഏറ്റവും കൂടുതൽ അടികിട്ടിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആരാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിസ്സംശയം എല്ലാവർക്കും പറയാൻ പറ്റും. അത് ആര്യനാണ്. ആര്യൻ്റെ കളിയാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ഏറ്റവും വലിയ ചങ്കായിരുന്ന ഏറ്റവും വലിയ ദോസ്തായിരുന്ന ജിസേൽ പോലും ആര്യന് എതിരെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജിസേലും അതിൽ ബിന്നിയും കൂടെ സംസാരിക്കുന്നതാണ്. അതിൽ ജിസേൽ പറയുന്നുണ്ട് ബിന്നിയോട്, ആര്യനിപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, ആര്യന് അവൻ എന്താണ് പറയുന്നതെന്നോ ഒന്നും അവന് തീരെ അറിയുന്നില്ല, അവൻ ഭയങ്കര ഇമ്മച്ചുവേർഡായിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നൊക്കെ ജിസേൽ പറയുന്നത്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഞാനും അവനും തമ്മിൽ വലിയ അടുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ആദ്യത്തെ വീക്കിൽ തന്നെ എനിക്ക് അവൻ്റെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടെന്നാണ് ബിന്നി പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, അവന് നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഏത് സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ പെരുമാറണമെന്ന് അവന് അറിയുന്നില്ല. ഒരാൾ ഒരു ദുഃഖകഥ പറഞ്ഞിരിക്കുന്ന സമയത്ത് പോയെന്ന് ചിരിക്കുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചൂടാവുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമായ എക്സ്പ്രഷൻ ഇടുക, ഇതൊക്കെ ഒരു സൈക്കാട്രിക് പ്രോബ്ലം ആണെന്നാണ് ബിന്നി പറഞ്ഞത്. നിനക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നീ പോയിട്ട് പെട്ടെന്ന് തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടെന്നാണ് ബിന്നി ആര്യനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വീക്കിനോട് കൂടി തന്നെ ആര്യൻ്റെ ആരാധകർക്ക് ഒരുപാട് അകന്നു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആര്യനുണ്ടായിരുന്ന ഒരു സപ്പോർട്ടൊന്നും ഇനി കിട്ടില്ല. രൺബീർ കപൂറിൻ്റെ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ച് നടന്ന അദ്ദേഹത്തിന് ലാലേട്ടൻ തന്നെ ഒരു എപ്പിസോഡ് പറഞ്ഞു, ചെറുതായിട്ട് രൺബീർ കപൂറിൻ്റെ ഏതോ ആകുന്ന ഒരു അമ്മാവൻ്റെ ചായ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുടെ പകുതി ജീവൻ പോയിട്ടുണ്ട്. പിന്നെ മൊട്ടടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആൾക്ക് മൊട്ടടിക്കാൻ പറ്റിയില്ല എന്നപ്പോൾ അതും ഭയങ്കര വിമർശനമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വീക്കെൻഡിലെ എപ്പിസോഡ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവൻ ഓരോരുത്തരും ഓരോ ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പുലി പോലെ നടന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എലിയാണ് എന്നുള്ള രീതിയിൽ ഏത് കണ്ടസ്റ്റാണെന്ന് ചോദിച്ചപ്പോൾ അത് എല്ലാവരും തിരഞ്ഞെടുത്തത് ആര്യനാണ്. അതാണെങ്കിൽ ആ തലയിൽ അതൊരു മുട്ടത്തോടിൽ അത് എഴുതി തലയിലത് കുറേ നേരം വെച്ച് നടക്കേണ്ട ഒരു ഗതികേട് വന്നു. പക്ഷെ അത് ആര്യന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആര്യൻ അതന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വീക്കെൻഡോടുകൂടി ആര്യൻ്റെ മനോനില ഏകദേശം തെറ്റിമട്ടാണ്. ആര്യൻ്റെ ഒരു അഹങ്കാരം നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഇത്തരത്തിലുള്ള ടാസ്ക് ഈ ആര്യന് വേണ്ടി കരുതി വെച്ചിരുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.